ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അപ്പൊ ഈ പറഞ്ഞത് കാര്യമായിട്ടായിരുന്നല്ലേ? ഹലോ, ഹരിയാനയിലെ വോട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫയൽസ് എന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ അതിശക്തമായ ആരോപണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 25 ലക്ഷം വോട്ടർമാർ വ്യാജമോ കൃത്രിമം നടന്നതോ ആണെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. അതായത് ഹരിയാനയിലെ 8-ൽ ഒരാളെങ്കിലും കള്ളവോട്ടാണെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കാൻ ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. 25 ലക്ഷം വ്യാജ വോട്ടർമാരിൽ ഒരാൾ ബ്രസീലിയൻ മോഡൽ ആണെന്ന് കൂടെ അദ്ദേഹം ആരോപിച്ചു. ഈ വ്യക്തി പല പേരുകളിലായി, അതായത് സീമ, സ്വീറ്റി, സരസ്വതി, സിദ്ധനാ മഹാസിദ്ധൻ. ബോധ്യായി. അവിടെ നോടി ഇവിടെ പറയാമെന്നത് അപ്പതേ വിടിയിരിക്കുന്നു. 4 ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര് എന്നിങ്ങനെ 10 ബൂത്തുകളിലായി 22 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും വ്യാപകമായ ഡ്യൂപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കാനും അത് നീക്കം ചെയ്യാനുമുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യാതിരുന്നതെന്ന് അദ്ദേഹം ചോദ്യം ചെയ്തു. അതായത് കൃത്രിമം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് നടക്കൂ എന്നുകൂടി അദ്ദേഹം വാദിച്ചു. അപ്പോൾ കൂൾ ഗുരു, ശുക്രിയ.